ഇന്ന് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ട് ഡിസ്പ്ലേ ചെറുതായിട്ട് വരും, എന്നിട്ട് ഓണാവും, പക്ഷേ ഡിസ്പ്ലേ കറക്റ്റ് അല്ല, സ്റ്റാർട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ അഴിച്ചു നോക്കിയപ്പോൾ കൊറോഷനാണ്. നമ്മൾ ആദ്യം പ്രിൻ്റ് കൊടുത്ത് നോക്കി, പക്ഷെ രക്ഷയില്ല. കുറച്ച് നേരം വർക്ക് ചെയ്ത് പിന്നെ അത് അടിച്ചു പോയി. അതിന് മാത്രം ഉണ്ടായിരുന്നു വെച്ചാൽ ഈ ഫുഡ് വേവിക്കുന്നതിൻ്റെയൊക്കെ അഴുക്കും ഇതൊക്കെ കയറിയിരിക്കുകയാണ്. കാരണം ഓൾറെഡി ഈ ഫാൻ എന്ന് പറയുന്ന സാധനം പുറത്തത്തെ എയർ അകത്തേക്ക് വലിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ ബോർഡിനെയൊക്കെ തണുപ്പിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പി സി ബിയുടെ അടിയിൽ വെള്ളമൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ഈ ഇൻഡക്ഷൻ കുക്കർ വെക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ ഓൾറെഡി അത് വലിച്ചകത്തേക്ക് കയറ്റും. അങ്ങനെ കംപ്ലൈൻ്റ് ആയിരിക്കുന്നതാണ്. ഒരുപാട് നമ്മൾ ചിരണ്ടി ഇതിൻ്റെയൊക്കെ വെള്ളം കയറിയിട്ട് മറ്റേ ക്ലാവ് പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് നേരം വർക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്കിനി അതിനകത്ത് വേറെ ബോർഡ് കയറ്റാനുള്ള മാർഗ്ഗമേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വെക്കുമ്പോൾ അവിടെ ഒന്ന് തുടച്ചിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ടതിന് ശേഷം പൊക്കിയെടുക്കാമല്ലോ, അത് കയറ്റൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പം അധികം അങ്ങനെ ഈ പി സി ഒന്നും കംപ്ലൈൻറ്റ് വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ കൂടുതലും അങ്ങനെയാണ് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ അല്ലാതെ വെള്ളം വരാൻ മേളിൽ ഒരു പ്രൊട്ടക്റ്റഡ് ആണ്, മേളിൽ കൂടെ വെള്ളം പോകത്തില്ല, സൈഡിൽ കൂടെ ഒഴിച്ചേ പോകത്തുള്ളൂ, അഥവാ തിളച്ച് പോവുകയൊക്കെ ചെയ്താൽ. അപ്പം മിക്കവാറും അടിയിലത്തെ വലിച്ച് കയറ്റുന്നതായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് വേറെ പി സി കയറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2 പി സി ആണ് അതിനകത്ത് വരുന്നത്. ഒന്ന് ടച്ച് മാനുള്ളതും രണ്ടാമത്തത് സാധാരണ മാനുവൽ ഉള്ളത്. ടച്ചാകുമ്പോൾ പിന്നെ ഉള്ളിൽ തന്നെ വെക്കാം, പുറത്ത് അധികം വൃത്തികേടൊന്നും ഇല്ലാത്തത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിൻ്റെ ഒരു പി സി ബി ഡെമോ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അധികം കണക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നിട്ട് ഇൻഡക്ഷനും പിന്നെ എയർ ഫാനും, പിന്നെ ഉള്ളത് നമ്മുടെ അല്ല സെൻസർ, പാത്രം വെക്കുമ്പോൾ സെൻസ് ചെയ്യുന്ന ആ പോയിൻറ്റും പിന്നെ എ സി, അത് 3 കൊടുക്കാനേ ഉള്ളൂ. കൊടുത്താൽ ഓക്കെ ആവും, അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് ഓൾറെഡി ആ കവറിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ബോർഡ് ചലിക്കാതെ സ്ക്രൂ ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. അതിനുള്ള പോയിൻ്റ് അവിടെ ഉണ്ട്, സ്ക്രൂ ചെയ്ത് വെച്ച് അങ്ങ് കൊടുത്താൽ ഓക്കെ ആവും. ഈ പി സി ബി ആവശ്യമുള്ളൂ. ഈ പി സി ബി മാത്രമല്ല, നമ്മുടെ ടി വിയുടെ LCD അങ്ങനെയുള്ള പി സി ബി ആവശ്യമുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ബോർഡും നമുക്കിപ്പോൾ വരുന്നുണ്ട്. LCD, LED TV, ഇൻഡക്ഷൻ കുക്കർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഓൾ കേരള കൊറിയർ സർവീസ് ഉള്ളതാണ്. ഇപ്പോൾ കട വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ പള്ളിമുക്ക് മെഡിക്കൽ ട്രസ്റ്റില്ലേ, അതിൻ്റെ അടുത്തായിട്ട് ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഏഞ്ചൽ 2 ഷോപ്പുണ്ട്. ഒന്ന് സർവീസും ഒന്ന് സ്പെയറുമാണ്. വന്ന് മേടിക്കാൻ വരുന്നവർക്ക് അവിടെ വന്ന് മേടിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാട്സാപ്പിൽ കൊറിയർ ചെയ്ത്, ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ID നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനൊക്കെ കിട്ടും, എവിടെയാണെന്നുള്ളത് അഡ്രസ്സും ഉണ്ടാവും, ഫോൺ നമ്പറും ഉണ്ട്. ആരെങ്കിലും സ്പെയർ ആവശ്യമുള്ളവർ മുമ്പ് ചോദിച്ചായിരുന്നു എവിടെയാണ് കടയെന്നൊക്കെ ചിലർ കമൻറ്റിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ ഓൾറെഡി കൊറിയറൊക്കെ അയച്ചു തരാം. പിന്നെ അത്യാവശ്യം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തുണ്ടെങ്കിലും ഫോട്ടോ എടുത്ത് അയക്കുക, നോക്കൂ, നമ്മുടെ കയ്യിലുള്ള സാധനമാണെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും. പി സി അതിൻ്റെ പുറത്ത് ആ ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ മേളിൽ കൂടെ വെള്ളം കയറാൻ ഒരു ചാൻസും ഇല്ല. അടിയിൽ കൂടെ ആ ഫാൻ വലിച്ചു കയറ്റിയ വെള്ളമായിരിക്കണം. അപ്പോൾ അവിടെ വെക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് തോന്നും. അപ്പോൾ അത് കൺട്രോളിങ് പാനലാണ്. അതിൻ്റെ അകത്ത് എന്ത് ഹീറ്റ് കൺട്രോൾ എത്ര വേണമെന്നുള്ളതൊക്കെ സാധാരണ മാനുവലായിട്ട്, അത് വലിയ ഫങ്ഷൻസ് ഒന്നുമില്ല. ചൂട് കൂട്ടുക കുറയ്ക്കുക അങ്ങനെയുള്ള ഫങ്ഷൻസേ ഉള്ളൂ. ആ ടച്ചിൻ്റെ അകത്ത് കുറച്ചുകൂടെ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അതാണെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഈ പുറമേ ഇത് ഒട്ടിച്ച് വെക്കേണ്ടി വരും ഇതുപോലെ മേളിൽ. അപ്പോൾ ആ ഒരു വൃത്തികേട് മറ്റേ ആദ്യം വീഡിയോ തുടങ്ങുന്നതിൻ്റെ അകത്ത് ഞാനൊരു ബോർഡ് കാണിച്ചില്ലേ, ആ ബോർഡാകുമ്പോൾ അങ്ങനെ വലിയ വൃത്തികേട് ഉണ്ടാവില്ല. ഓക്കെ.